everyone, welcome back to our channel. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ യൂസേജിലെ മൊഡ്യൂൾ 3 സെക്കൻഡ് ചാപ്റ്റർ ആണ്. അത് 11th ചാപ്റ്റർ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലും വരാറുള്ളത് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യാനും പാസീവിൽ നിന്ന് ആക്റ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാനും. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ടതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ ആദ്യം പറയുന്നത് ആക്റ്റീവ് വോയിസിനെയും പാസീവ് വോയിസിന് ഡിഫറൻസ് ആണ്. ഓക്കെ, ആക്റ്റീവ് വോയിസിനെയും പാസീവ് വോയിസിന് ഡിഫറെൻ്റ് ആണ് ഇതിൽ ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ആക്റ്റീവ് വോയിസിലേക്ക് വരുമ്പോൾ സബ്ജക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണേ. ആക്റ്റീവ് വോയിസ് എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുക? സബ്ജക്റ്റിന്, ഡുവർ അല്ലെങ്കിൽ ഏജന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആക്റ്റീവ് വോയിസിൽ വരുമ്പോൾ കേട്ടോ. ഇനി നേരെ മറിച്ച് പാസീവ് വോയിസിലേക്ക് വരുമ്പോഴോ, പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. ആക്റ്റീവ് വോയിസിൽ നമ്മൾ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഡുവറിനോ ഏജന്റിനോ. എക്സാമ്പിൾ നോക്കൂ, ദ ഡോഗ് ചേസ്ഡ് ദ ചൈൽഡ്. ഡോഗ് ചേസ്ഡ് ദ ചൈൽഡ്. ഇതിങ്ങനെ നമ്മൾ പാസീവിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ എഴുതുക? ദ ചൈൽഡ് വാസ് ചേസ്ഡ് ബൈ ദ ഡോഗ്. അവിടെ ഒബ്ജക്റ്റ് എന്താണ്? ചൈൽഡ് അല്ല, ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ നെക്സ്റ്റ് നമ്മൾ ഒരു റൂളാണ് നോക്കുന്നത് കേട്ടോ. ഒരു റൂളാണ് നോക്കാൻ പോകുന്നത്. അതായത് ആക്റ്റീവ് വോയിസിലൊരു സെന്റൻസോ അല്ലെങ്കിൽ ഒരു ക്ലോസ് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൽ ആ ഒരു സെന്റൻസ് ദാറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ടൈമിൽ അതിന്റെ കറസ്പോണ്ടന്റ് ആയിട്ട് പാസീവിലേക്ക് മാറ്റി എഴുതുമ്പോൾ നമ്മൾ കറസ്പോണ്ടന്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ഇറ്റ് വെച്ചിട്ടായിരിക്കണം ആ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു സെന്റൻസ് ആക്റ്റീവ് വോയിസിലൊരു സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് എഴുതുന്ന സമയത്ത് അത് ആ ഒരു ക്ലോസ് സ്റ്റാർട്ട് ചെയ്യണത് ദാറ്റ് വെച്ചിട്ട് ആണ് എങ്കിൽ നമ്മൾ കറസ്പോണ്ടന്റ് ആയിട്ട് പാസീവിലേക്ക് എഴുതുമ്പോൾ ആ ഒരു സെന്റൻസ് ഇറ്റ് വെച്ചിട്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യണത്. When the object of the verb is active voice, it is not pronoun, noun or noun phrase, but the clause introduces that the corresponding sentence in passive begins with it. അതായത് ഒരു ആക്റ്റീവ് വോയിസിലുള്ള ക്ലോസ് അല്ലെങ്കിൽ സെന്റൻസ് അതിൽ ദാറ്റ് വെച്ചിട്ടാണ്, ഒബ്ജക്റ്റ് വേർബ് ക്ലോസ് ദാറ്റ് വെച്ചിട്ടാണെന്ന് കരുതുക. അങ്ങനെയുള്ള ടൈമിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സെന്റൻസ് ഇറ്റ് വെച്ചിട്ടായിരിക്കും. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിരിക്കും. നമ്മൾ ഒരു സെന്റൻസ് ആക്റ്റീവിലേക്ക് പറയുകയാണ്. അതായത് ദേ ബിലീവ് ദാറ്റ് ദ ഹൗസ് ഈസ് ഹോണ്ടഡ്. ദേ ബിലീവ് ദാറ്റ് ദ ഹൗസ് ഈസ് ഹോണ്ടഡ്. ഇതൊരു ആക്റ്റീവ് സെന്റൻസ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് കാണാം ദാറ്റ്, ഒബ്ജക്റ്റിന്റെ അവിടെ ദാറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളത് പാസീവിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് ദ ഹൗസ് ഈസ് ഹോണ്ടഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ആക്റ്റീവിലേക്ക് പറയുമ്പോൾ ഒബ്ജക്റ്റിന്റെ അവിടെ ദാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാസീവിലേക്ക് എഴുതുമ്പോൾ കറസ്പോണ്ടന്റ് ആയിട്ട് എഴുതുമ്പോൾ ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് ദ ഹൗസ് ഈസ് ഹോണ്ടഡ്. ഓക്കെ, ഇങ്ങനെ ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. ഒന്ന് എഴുതി വെക്കാട്ടോ, എവിടെയെങ്കിലും ടെക്സ്റ്റ് തുറന്ന് വെക്കാട്ടോ മാക്സിമം. ഓക്കെ, ആക്റ്റീവ് വോയിസ് സെന്റൻസ് ഞാൻ പറയാം. എവ്രിവൺ സേസ് ദാറ്റ് ദർ വിൽ ബി ഹെവി റെയിൻ ഇൻ ദിസ് മൺസൂൺ. ഇവിടെ നോക്കൂ, ഈ ഒരു ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് വെച്ചിട്ടാണല്ലേ. ദർ വിൽ ബി ഹെവി റെയിൻ ദിസ് മൺസൂൺ, ദാറ്റ് വെച്ചിട്ടാണ്. എവ്രിവൺ സേസ് ദാറ്റ് ദ ക്ലോസ് സ്റ്റാർട്ട് ചെയ്യാണ്. ദർ വിൽ ബി ഹെവി റെയിൻ ദിസ് മൺസൂൺ. അപ്പോൾ അവിടെ ദാറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇത് പാസീവിലേക്ക് ആക്കി എഴുതുമ്പോൾ എങ്ങനെയാണ്? ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദർ വിൽ ബി ഹെവി റെയിൻ ദിസ് മൺസൂൺ. അപ്പം അങ്ങനെയാണ് പാസീവിലേക്ക് വരിക. അങ്ങനെ ഓരോ സെന്റൻസ് വന്നിട്ട് ഇത് ആക്റ്റീവും പാസീവും ആയിട്ട് മാറ്റി എഴുതാനൊക്കെ എക്സാമിന് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു റൂളാണ് കേട്ടോ. അതായത് നമ്മളൊരു ആക്റ്റീവ് വോയിസിലൊരു സെന്റൻസോ ക്ലോസോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ദാറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ കറസ്പോണ്ടന്റ് ആയിട്ട് പാസീവിലേക്ക് എഴുതുമ്പോൾ അത് ഇറ്റ് വെച്ചിട്ടായിരിക്കണം സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഏതൊക്കെ സിറ്റുവേഷനിലാണ് പാസീവ് വോയിസ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് പാസീവ് വോയിസ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, when we want to draw attention to a receiver rather than the performer of the action. അതായത് ഒരു സെന്റൻസിൽ ഇപ്പോൾ ഒരു പെർഫോമർ ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് റിസീവർക്ക് കൊടുക്കണമെങ്കിൽ, ഒരു ആക്ഷൻ നടക്കുമ്പോൾ അതിൽ ആ ഒരു പെർഫോമറിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ആ ഒരു റിസീവർക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒരു ടൈമിൽ നമ്മൾ പാസീവ് വോയിസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, when the receiver want to draw attention, കൂടുതൽ അറ്റൻഷൻ ആരുടേതാണ്? റിസീവർക്ക് കൊടുക്കുക. റാദർ ദാൻ, ആരെക്കാളും? പെർഫോമർ, പെർഫോം ചെയ്യുന്ന ആളെക്കാട്ടും കൂടുതൽ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ വരുന്നത്. ഓക്കെ,
രണ്ടാമത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്? വെൻ ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ ഇസ് നോട്ട് സിഗ്നിഫിക്കന്റ് ഓർ വർത്ത്. ഇവിടെ ആക്ഷനെക്കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് ഡൂവറിനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ വരുന്നത്. മൂന്നാമത്തേതാണ് ടു ഫോക്കസ് ഓൺ. ഇതാണ് ഇൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ആൻഡ് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ റൈറ്റ് വേർ ഇസ് ദ ഫോക്കസ് ഓൺ ദ ഇവന്റ് ഓർ ദ പ്രോസസ് ഡിസ്ക്രൈബ്ഡ് റാദർ ദാൻ ദ ഏജന്റ്. സോ ഇവിടെ പറയുന്നത് ഫോക്കസ് എവിടെയാണ് കൊടുക്കുന്നത്? ഫോക്കസ് ഓൺ ദ ഇവന്റ് ഓർ പ്രോസസ്. ചില സിറ്റുവേഷനിൽ എന്താണ് ഇവന്റിനും പ്രോസസ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലാതെ ഒരു ഏജന്റ് ആയിരിക്കണേനല്ല. അല്ലെ, ഒക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇവന്റിനോ ഫോക്കസിനൊക്കെയാണ്, ഇവന്റിനും പ്രോസസ്സിനൊക്കെയാണ്, അല്ലാതെ ഏജന്റിനല്ല. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഏതൊക്കെ പഠിച്ച ഒന്ന് ആക്റ്റീവ് വോയിസിനും പാസീവ് വോയിസിനും ഡിഫറൻസ് പറഞ്ഞു. അതായത് ആക്റ്റീവ് വോയിസിൽ പറയുമ്പോൾ എന്താണ്, നമ്മൾ ഡൂവർക്കോ അല്ലെങ്കിൽ ഏജന്റിനാണ്, സബ്ജക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നേരെ മറിച്ച് പാസീവ് വോയിസിലാണെങ്കിൽ ഒബ്ജക്റ്റിനാണ്, ആക്ഷൻ ഒബ്ജക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ എക്സാമ്പിൾ പറഞ്ഞു, ദ ഡോഗ് ചേസ് ദ ചൈൽഡ്. അതായത് നമ്മൾ പാസീവിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ്, ദ ചൈൽഡ് വാസ് ചേസ്ഡ് ബൈ ദ ഡോഗ്. അല്ലെ, നമ്മൾ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലെ, പിന്നെ നമ്മൾ റൂള് നോക്കി, അതിനൊരു എക്സാമ്പിളും പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇതാ 3 ഫോളോയിങ് സിറ്റുവേഷൻ്റെ പാസീവ് വോയിസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള 3 കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇത്രയാണ്, ഇതിൽ നിന്ന് ഒന്നും സ്കിപ്പ് ചെയ്യാല്ലേ, കാരണം അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളൂ, ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കൂടുതലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ, എങ്കിലേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാണ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.